പണ്ട് കശ്യപ മഹർഷിക്ക് ഹയഗ്രീവൻ എന്നൊരു അസുര പുത്രൻ ഉണ്ടായിരുന്നു. ഹയഗ്രീവന് ഒരു പ്രത്യേക രൂപമായിരുന്നു. അതായത് കറുത്തിരണ്ട ശരീരവും ഒരു കുതിരയുടെ ശിരസും മനുഷ്യന്റെ ഉടലുമായിരുന്നു അവന്. അവൻ കഠിനമായ തപസ്സിലൂടെ ആദിപരാശക്തിയെ പ്രീതിപ്പെടുത്തുകയും ദേവിയിൽ നിന്ന് ഒരു വരം നേടുകയും ചെയ്തു. അവന്റെ അതേ നാമമുള്ള കുതിരയുടെ തലയുള്ള ഒരാളാൽ മാത്രമേ അവന് മരണം സംഭവിക്കാവൂ എന്നതായിരുന്നു ആ വരം. ഈ വരദാനത്താൽ അഹങ്കാരനായ ഹയഗ്രീവൻ സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളിലും ഭീകരത പരത്താൻ തുടങ്ങി. ദുഃഖത്തിലായ ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിച്ചു. ഭഗവാൻ വിഷ്ണു അസുരനായ ഹയഗ്രീവനുമായി അതിശക്തമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധം യുഗങ്ങളോളം നീണ്ടുനിന്നു. എങ്കിലും ആർക്കും വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഇരുവരും തളർന്നു പോവുകയും വിശ്രമത്തിനായി പിന്മാറുകയും ചെയ്തു. ആ സമയത്ത് യുദ്ധം പുനരാരംഭിക്കുന്നതിനായി ഭഗവാൻ വിഷ്ണുവിനെ ഉണർത്താൻ ബ്രഹ്മാവ് ആഗ്രഹിച്ചു. ഉറങ്ങുമ്പോൾ ശരീരത്തിന് താങ്ങായി വെച്ചിരുന്ന ഭഗവാന്റെ വില്ലിന്റെ ഞാൻ കടിച്ചു മുറിക്കുന്നതിനായി ബ്രഹ്മാവ് ആ ദൗത്യം ഒരു വണ്ടിനെ ഏൽപ്പിച്ചു. എന്നാൽ ആ വണ്ട് പറന്നു ചെന്ന് വില്ലിന്റെ ഞാൻ കടിച്ചു മുറിക്കുകയും വില്ലിന്റെ ഞാൻ പൊട്ടുകയും അത് മഹാവിഷ്ണുവിന്റെ കഴുത്തിൽ തട്ടുകയും ചെയ്തു. തുടർന്ന് അതിന്റെ ആഘാതത്തിൽ ഭഗവാൻ വിഷ്ണുവിന്റെ ശിരസ് ഛേദിച്ച് അപ്രത്യക്ഷമായി. ഇത് കണ്ട് പരിഭ്രാന്തരായ ദേവന്മാർ സഹായത്തിനായി ആദിപരാശക്തിയോട് പ്രാർത്ഥിച്ചു. അസുരനായ ഹയഗ്രീവന്റെ വരത്തിന്റെ സത്യാവസ്ഥ ദേവി അവരോട് വെളിപ്പെടുത്തി. ഹയഗ്രീവൻ എന്ന നാമമുള്ളതും കുതിരയുടെ ശിരസുള്ളതുമായ ഒരാൾക്ക് മാത്രമേ അവനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗവും ദേവി ഉപദേശിച്ചു. ആദിപരാശക്തിയുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് ഒരു കുതിരയുടെ തല ഭഗവാൻ വിഷ്ണുവിന്റെ ഉടലുമായി ചേർത്തു. അങ്ങനെ ഭഗവാൻ വിഷ്ണു കുതിരയുടെ തലയോട് കൂടിയ ദിവ്യ രൂപമായി ഹയഗ്രീവൻ എന്ന പേരിൽ പുനർജനിച്ചു. ഈ പുതിയതും ശക്തവുമായ രൂപത്തിൽ ഭഗവാൻ ഹയഗ്രീവൻ ഉടൻ തന്നെ അസുരനായ ഹയഗ്രീവനെ നേരിടുകയും അവനെ വധിച്ച് 3 ലോകങ്ങളിലും സമാധാനവും സന്തുലിതാവസ്ഥയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവിന്റെ ഹയഗ്രീവ അവതാരത്തെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഹയഗ്രീവായ.